ഇവരെപ്പോലുള്ള കള്ള നായിന്റെ മക്കളാണ് ഇസ്ലാമിന്റെ പേര് വളരെ മോശമാക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 7 പ്രസവം പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലഘട്ടം മാറി, കാലം മാറി. 7ാമത്തെ പ്രസവത്തിലാണ് ഇവന്റെ ഭാര്യ മരിച്ചെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ചാണ്. ഇവനെ പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇവനൊന്നും പുറംലോകം കാണിക്കരുത്, അതേ പറയാനുള്ളൂ. കാരണം ഇപ്പോഴത്തെ കിട്ടുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഫുഡ് കാര്യങ്ങൾ ഇപ്പോൾ 1, 2, 3 മാക്സിമം. അതിൽ കൂടുതൽ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവനൊക്കെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഈ പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ ഭോഗിക്കാനും പ്രസവിക്കാനുള്ള ഒരു മെഷീനാണ് എന്നുള്ള വിചാരമാണ്. ഇങ്ങനെയുള്ള കുറെ നായിന്റെ മക്കളുണ്ട്. പേര് പറയുമ്പോൾ മുസ്ലിംസ് മതനാമത്തിലുള്ള ആളായതുകൊണ്ട് അത് മുസ്ലിംസ് ഇസ്ലാം മതത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇവനെ പോലെ കള്ള നായിന്റെ മക്കൾ ഇപ്പൊ 1, 2, 3 മാക്സിമം. അതിൽ കൂടുതൽ പ്രസവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ പ്രസവിക്കുന്നതൊക്കെ അധികവും സിസേറിയനാണ്. സിസേറിയൻ അടുപ്പിച്ച് 2 തന്നെ പാടില്ല. ഇവൻ കൊടുത്ത ചികിത്സ പറയുന്നത് അക്യൂപഞ്ചർ രീതിയൊക്കെയാണെന്നാണ് പ്രസവത്തിന്. ശരിയായ രീതിയിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ പെണ്ണ് ചിലപ്പം ജീവിച്ചിരുന്നേനെ. കാരണം 7ാമത്തെ പ്രസവത്തിലാണ് മരിച്ചത്. മുസീന എന്ന് പറഞ്ഞ 37 വയസ്സുകാരി. 37 വയസ്സിൽ ഇവനെ കിട്ടിയത് കൊണ്ട് മരിക്കേണ്ടി വന്നു. ഇത്രേ പറയുന്നുള്ളൂ. ഇവനൊന്നും പുറം ലോകം കാണിക്കരുത്. ഇവനൊക്കെ വേണ്ട ശിക്ഷ കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ കൊലപാതകമാണ്. ഇത്രേ പറയുന്നുള്ളൂ.